നമ്മുടെ ഭാര്യ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്താണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ എല്ലാ നെഗറ്റീവ്സും പോസിറ്റീവ്സും. സാർ ഔട്ടായി എന്ന് പറഞ്ഞ്, ഔട്ടാവും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പോസ്റ്റുകൾ കണ്ടപ്പോൾ ശരിയാ. എൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്നു, അപ്സരയുടെ അമ്മയെക്കുറിച്ച് പറയുന്നു. ഇതൊന്നും നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ്. ഞാൻ ജാസ്മിൻ്റെ ഉപ്പേനെയും ഉമ്മേനെയും ചെന്നൈയിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഫ്ലൈറ്റിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ആ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഏതൊരു സാധാരണ അമ്മയും പോലെ. എന്നിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് വെച്ചാൽ അമ്മ എന്തിനാണ് അഭിഷേകിന് പോയി കെട്ടിപ്പിടിച്ച്, അമ്മയാണ് ഇപ്പൊ താരം. അപ്പൊ ചേട്ടാ, നമ്മൾ ഫസ്റ്റ് ചോദിക്കുക, ഇന്നലെ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു ഫേസ്ബുക്കിൽ, അപ്സര ഔട്ടായി അല്ലെങ്കിൽ എവിക്റ്റ് ആയി എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ്. ആ പോസ്റ്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാനിട്ട പോസ്റ്റാണ്. അതെ. അല്ല, ഞാനും അതുപോലെ കുറെ ന്യൂസുകൾ കണ്ടു. അതായത് യൂട്യൂബ്, മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്സര ഔട്ടായി എന്നുള്ള ഒരുപാട് പോസ്റ്റുകൾ കണ്ടു. ഒരുപാട് പേരെന്നെ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ അപ്സര ഔട്ടായി എന്നുള്ളതല്ല, അതിൽ ഞാൻ കണ്ട എവിക്റ്റഡ് എന്ന് പറയുന്നൊരു ഫോട്ടോയും ഒപ്പം തന്നെ ഞാനത് ആൾക്കാർ സർക്കാസം എന്നുള്ള നിലയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ നമ്മൾ അപ്സര ഔട്ടായില്ലെങ്കിലും അപ്സര എൻ്റെ വൈഫാണ്. എൻ്റെ ലൈഫിലെ നമ്മുടെ എന്താണ് പറയുക, നമ്മുടെ ജീവിതത്തിലെ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ, കൊച്ചു കല്യാണം കഴിച്ചോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ഭാര്യ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്താണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ എല്ലാ നെഗറ്റീവ്സും പോസിറ്റീവ്സും. നെഗറ്റീവ്സ് ഏറ്റവും കൂടുതൽ അറിയുന്നത് എൻ്റെ വൈഫിനാണ്. അപ്പം ഞാൻ എൻ്റെ വൈഫിനെ കാണുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുഹൃത്തായിട്ടാണ്. ഒരുപാട് സുഹൃത്തുക്കളുള്ള ആൾക്കാരാണ് ഞാൻ. പക്ഷേ എൻ്റെ ലൈഫിൽ അപ്സര വന്നിട്ട് ഇപ്പോൾ ഒരു മൂന്ന് വർഷമായി ഞങ്ങൾ വിവാഹം കഴിച്ചിട്ട്. അതിന് മുമ്പ് 5-6 വർഷം മുമ്പേ അറിയാവുന്ന ആൾക്കാരായിരുന്നു. നമ്മൾ ഒരുമിച്ച് ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ അപ്സര ഔട്ടായി എന്ന് പറഞ്ഞ്, ഔട്ടാവും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പോസ്റ്റുകൾ കണ്ടപ്പോൾ ശരി, അപ്സര ഔട്ടായാലും അവരെൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, അവരുടെ കൂടെ ഞാൻ ഉണ്ടാവും എന്നുള്ള ഇതിലേക്കാണ് ആ പോസ്റ്റ് ഇട്ടത്. അപ്സര ഔട്ടായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്ക് ഇന്ന് അറിഞ്ഞൂടാ. അത് എപ്പിസോഡ് വന്നാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ വലിയ അറ്റാക്കുകൾ നേരിടുന്നുണ്ടോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ? അതിപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ബിഗ് ബോസിൽ പോയ എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും വീട്ടുകാർ ഒരുപാട് സോഷ്യൽ മീഡിയ അറ്റാക്ക് നേരിടുന്നുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ ഈ മീഡിയയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് നിങ്ങളൊക്കെ വളരെ ചെറുതായിരിക്കും, 2002 ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ദൂരദർശനിലെ ഒരു സീരിയലൊക്കെ എഴുതി വന്നത്. അപ്പം അത് 2002. അപ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഒരു 10-22 കൊല്ലം മുമ്പാന്ന് പറയാം. അതിനുശേഷം ഞാൻ ഒരു 15 വർഷമായിട്ട് ടെലിവിഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് ഈ സോഷ്യൽ മീഡിയ അറ്റാക്കുകൾ ഇതൊക്കെ ഒരുപാട് തവണ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ ഇതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്നൊരു പ്രോഗ്രാമുണ്ട് കൈരൽ ടി വിയിൽ. 1500 എപ്പിസോഡ് നമ്മൾ ചെയ്തൊരു പ്രോഗ്രാമുണ്ട്, ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ. എൻ്റെ റൈറ്ററും ഡയറക്ടറും അഭിനയിക്കും ഒക്കെ ചെയ്തൊരു ആളാണ്. അപ്പോൾ വിജയ് ഫാൻസ് അല്ലെങ്കിൽ അവരൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയ അറ്റാക്ക് നേരിടുകയും ലൈഫ് ത്രെട്ടനിങ് ഉണ്ടെന്ന് പറഞ്ഞ് 2 പോലീസുകാർ എൻ്റെ കൂടെ ഒരുപാട് ദിവസം നടക്കുകയൊക്കെ ചെയ്ത് അത്രയും പീക്ക് എത്തിയിട്ടുള്ള ഒരാളാണ്. എന്നെ സംബന്ധിച്ച് ഇപ്പം ബിഗ് ബോസിൽ വരുന്ന ഇത്തരം കമൻസ് ഇതൊന്നും എന്നെ ബാധിക്കില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫിനെ കുറിച്ച് പറയുന്നു. വൈഫ് അതിൻ്റെ അകത്തായതുകൊണ്ട് വൈഫിനെ അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്നു, അപ്സരയുടെ അമ്മയെക്കുറിച്ച് പറയുന്നു. ഇതൊന്നും നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ അവരെക്കുറിച്ച് അങ്ങനെ പറയേണ്ട ആവശ്യം എന്താണ്? ഇപ്പോൾ എൻ്റെ അമ്മ ഒരു സാധാരണ ഒരു വീട്ടമ്മയാണ്. ഒരു 60-67 വയസ്സായി. അവരാകെ 1 മണിക്കൂർ എപ്പിസോഡ് കണ്ടു, അത്രേ ഉള്ളൂ. പക്ഷെ അവരെക്കുറിച്ചൊക്കെ, ഒരു സ്ത്രീയെക്കുറിച്ച് എത്രയും മോശമായിട്ട് സംസാരിക്കുന്നു, അത്രയും രീതിയിലുള്ള വാക്കുകൾ എൻ്റെ പോസ്റ്റിന് താഴെ വരുന്നു. ബാക്കി സോഷ്യൽ മീഡിയ പേജുകൾ വരും, നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ ബിഗ് ബോസിൽ പോയ എല്ലാ ആളുകളുടെയും ഫാമിലി ഇത് അനുഭവിക്കുന്നുണ്ട്. ഞാൻ ജാസ്മിൻ്റെ ഉപ്പേനെയും ഉമ്മേനെയും ചെന്നൈയിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഫ്ലൈറ്റിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ആ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, എനിക്ക് ശരിക്കും ഇന്നലെ ശരിക്കും ഉറങ്ങിയില്ല. കാരണം അപ്സരേനെ ജാസ്മിനെ എന്തോ പ്ലേറ്റ് എടുത്ത് അടിച്ചു, ജാസ്മിൻ ഔട്ടായി എന്നുള്ള വാർത്തകളൊക്കെ വന്നു. അപ്പം ആളെൻ്റെ അടുത്ത് വെച്ചു, മക്കളെ അത് ശരിയാണോ? ഞാൻ പറഞ്ഞില്ല, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇത് കാരണം ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ജാസ്മിൻ്റെ ഉപ്പൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഉറങ്ങിയിട്ട് 67 ദിവസമായി എന്നാണ് പറഞ്ഞത്. നന്നായി ഒന്ന് ഉറങ്ങിയിട്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ വീട്ടിൽ നിന്ന് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ 10,000-കണക്കിന് ആർട്ടിസ്റ്റുകളിലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ പോകുന്ന അവർ കളിക്കുന്നത്, ഇപ്പോൾ അപ്സര ആയാലും ജാസ്മിൻ ആയാലും ശ്രീതു ആയാലും നോറ ആയാലും ഏതൊരു ഒരു കുട്ടിയായാലും ആൺപിള്ളേരായാലും അവർ കളിക്കുന്നത്, അത് അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ സ്വഭാവമാണ് അവിടെ കളിക്കുന്നത്. അതിന് വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരെ ചീത്ത വിളിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് എൻ്റെ അപ്പച്ചൻ മരിച്ചു പോയിട്ട് 3 വർഷമായി. 3 വർഷം മുമ്പ് മരിച്ചു പോയി. എൻ്റെ അപ്പനെ ചീത്ത വിളിക്കാനുള്ള
എൻ്റെ അപ്പം 3 വർഷം മുമ്പ് മരിച്ചു പോയ ഒരാളാണ്. മരിച്ചു പോയ ഒരാളെ ഇപ്പം ഇനി ചീത്ത വിളിച്ചിട്ട് എന്താണ് കാര്യം എനിക്ക് മനസ്സിലാവില്ല. പക്ഷേ നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ടാവും. അപ്പം ഒരുപാട് സോഷ്യൽ മീഡിയ ഇത് എനിക്കുണ്ടായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അപ്സരയുടെ അമ്മേനെ വിളിക്കുക, എൻ്റെ അമ്മയെ വിളിക്കുക, ഇതൊക്കെ നമുക്ക് ഭയങ്കര വിഷമമുണ്ടാക്കും. അതെ, ഫാമിലി എപ്പിസോഡ് പോയപ്പം ഇതുപോലെ തന്നെ അപ്സരയുടെ അമ്മ അഭിനയിക്കുകയാണോ, അഭിഷേകിനെ കെട്ടിപ്പിടിച്ച ഒരു സീനില്, അതുപോലെ നമ്മുടെ ജാസ്മിന്റെ കാര്യത്തിലാണ് ജാസ്മിന്റെ ഉപ്പയും ഉമ്മയും മൈക്കൂരി വെച്ചൊരു സീക്വൻസ് ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഇങ്ങനെ പാരന്റ്സിനെ അല്ലെങ്കിൽ വീട്ടുകാരെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇതൊരു തരത്തിലുള്ള PR വർക്കായിട്ട് കരുതുന്നുണ്ടോ? ഏതെങ്കിലും കണ്ടസ്റ്റന്റിനെ താഴെ ഇറക്കാൻ വേണ്ടി അത്തരത്തിലുള്ള മറ്റ് കണ്ടസ്റ്റന്റ്? അതായത് 2 കാര്യങ്ങളുള്ളൂ. ഒന്ന്, ഈ ശബ്ദമുയർത്തി സംസാരിക്കുന്ന സ്ത്രീകളെ, പെൺകുട്ടികളെ ഇഷ്ടമല്ല. നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ പെൺകുട്ടികൾ മുന്നോട്ട് വരണം, അല്ലെങ്കിൽ 50% സംവരണം അവർക്ക് ഇലക്ഷൻ സമയത്ത് നമ്മൾ പെൺകുട്ടികൾ മുന്നോട്ട് വരണം എന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇതേ പെൺകുട്ടികൾ തന്നെ ശബ്ദം ഉയർത്തി സംസാരിച്ചാൽ അവൾ മോശമാണ്, വിഷമാണ്, പിന്നെന്താണ് പറയുക, അപ്സരേനെ കുറിച്ച് തന്നെ ഒരുപാട് പറയുന്നുണ്ട്, വിഷമാണ്, പാമ്പ്, പിന്നെ വേറെ എന്തൊക്കെയോ അത്തരം കുറേ വാക്കുകൾ, പിന്നെ പുറത്ത് പറയാൻ പറ്റാത്ത കുറേ വാക്കുകൾ, അത് ആൾക്കാർക്ക് ഊഹിക്കാമല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് അപ്സര മോശമായിട്ടുള്ള ഒരു വാക്ക് ഉപയോഗിച്ചതായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ആ ഒരു വാക്ക് വന്നത് റാസ്കൽ എന്നുള്ളൊരു പദപ്രയോഗമാണ്. അത് റോക്കിക്കെതിരെ അയാൾ അത്ര ഇറിറ്റേറ്റ് ചെയ്തപ്പോൾ. റാസ്കൽ എന്ന വാക്കിൻ്റെ മലയാള അർത്ഥം എൻ്റെ അറിവിൽ തെമ്മാടി എന്നാണ്. അതിനൊക്കെ എത്രയോ മോശമായിട്ടുള്ള മലയാളം വാക്കുകൾ അവിടെ ആൾക്കാർ ഉപയോഗിക്കുന്നു. അപ്സര വേറെ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പിന്നെ അപ്സര കാര്യങ്ങൾ നമ്മൾ ബിഗ് ബോസ് ഹൗസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയ ഒരാളാണ്. അതിൻ്റെ ഉള്ളിൽ ഇതുവരെ പോകാത്ത ആൾക്കാരാണ് ഇതിനെക്കുറിച്ച് പലതരം കമൻറ്റ്സ് പറയുന്നത്. ഉള്ളിൽ പോയ ഒരാളെന്നുള്ള എനിക്ക് അവിടെ ചെന്ന സമയത്ത് ഇവർ ആരുടെ അടുത്തും യാതൊരു ദേഷ്യം തോന്നിയില്ല. അപ്സരയായിട്ട് ഏറ്റവും വഴക്കിട്ട അഭിഷേക് എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ ചാഞ്ഞിരുന്നിട്ട് ഇങ്ങനെ ഇരുന്നു. അപ്പം അപ്സര ചോദിച്ച് ഓർമ്മയുണ്ട്, അറിയോ ഇവനറിയോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ബിഗ് ബോസ് കണ്ടിട്ട് അറിയാം. അതല്ല ഇവനെ അറിയോ എന്ന് വെച്ച്. കാരണം അവരൊക്കെ അവിടെ ഫ്രണ്ട്സിനെ പോലെ, നമ്മളൊരു കോളേജിൽ താമസിക്കുന്ന, ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമുക്കൊക്കെ അറിയാമല്ലോ, നമ്മൾ ഫ്രണ്ട്സായിട്ട് തല്ലൂടും വഴക്കൂടും കളിയാക്കും, ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മുടെ വർക്കിൽ വേറെ എവിടെയെങ്കിലും വന്നുണ്ടോ ഈ അഭിഷേക്. കാരണം ഞാൻ അങ്ങനെ ചിന്തിക്കാനോ, ഒന്നാമത് എനിക്ക് ആൾക്കാരെ കണ്ടാൽ ഡിക്റ്റ് കുറച്ച് സമയം എടുക്കും. അപ്പം ഞാൻ പതുക്കെ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല ചെറുക്കനെ, അവന് ഞാൻ ബിഗ് ബോസിൽ കണ്ട പരിചയമുള്ളൂ. അതുതന്നെയാണ് മനുഷ്യ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, ഇവരെന്തോ ഒരു മറ്റേ എന്തോ ഒരു ടവർ ടാസ്കോ എന്തോ ഒരു ഇതിൽ അവൻ വന്നാണ് എന്നെ ഇടിച്ചിട്ട് എൻ്റെ കൈ പൊട്ടിയെന്നൊക്കെ പറയണം അപ്സര. അപ്പോഴാണ് ഞാൻ അപ്പം ഞാൻ പറഞ്ഞു അത് ഗെയിമിൻ്റെ ഭാഗമാണ്, അവരങ്ങനെ അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പിന്നെ നമ്മളെന്താ വെച്ചാൽ എനിക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കിയൊരു കാര്യം, ഇപ്പോൾ കുട്ടി ചോദിച്ചൊരു ചോദ്യമാണ്, അമ്മ അവിടെ കയറി ചെന്ന സമയത്ത് അഭിഷേകിനെ കെട്ടിപ്പിടിച്ചു, മക്കളെ അമ്മ വന്നുവിട്ടാന്ന് പറഞ്ഞ അമ്മ വന്നു എന്ന് പറഞ്ഞു. ഞാനത് കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. എനിക്കത് കൃത്യമായിട്ട് പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യമാണ്. ഈ ചോദിച്ചതിന് നിങ്ങളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഒന്ന്, ഞാനും അപ്സരയും ടെലിവിഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റും, പ്രീ പ്ലാൻ ചെയ്യാൻ പറ്റും. എൻ്റെ അമ്മ, അതായത് അപ്സരയുടെ അമ്മ, ഞാൻ എൻ്റെ അമ്മ എന്നാണ് എപ്പോഴും പറയാറുള്ളത്. എൻ്റെ അമ്മ KPSC എന്ന് പറയുന്ന നാടക സമിതിയിൽ 8 വർഷം അഭിനയിച്ചിട്ടുള്ള ആളാണ്. സായി കുമാർ എന്ന് തുടങ്ങി അങ്ങനത്തെ ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ എന്താണ് പറയുക, സാമൂഹ്യ പരിഷ്കരണങ്ങൾ നടത്തിയ നാടകങ്ങളിൽ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, കയ്യും തലയും പുറത്തെടുത്തതും വൃശ്ചികടി, അങ്ങനെ ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റാണ് അമ്മ. പക്ഷേ അമ്മ അങ്ങനെ അഭിനയിക്കുന്ന ഒരാളാണെന്ന് എനിക്കിതുവരെ തോന്നാത്തതിൻ്റെ കാരണം ഞാൻ പറയാം. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ തുടങ്ങി അത്യാവശ്യം വേണ്ട എല്ലാ അസുഖങ്ങളും ആവശ്യത്തിലധികമുള്ള ഒരാളാണ് അമ്മ. ഓരോ നേരം 4 നേരം 6 ഗുളിക 7 ഗുളിക കൊണ്ട് വെച്ച് കഴിക്കുന്ന ഒരാളാണ്. രാവിലെയോ വൈകുന്നേരമോ ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ട് എന്തോ 1 ദോശ 2 ദോശ ആയി, ഉച്ചയ്ക്ക് മാത്രമാണ് ഒരു പിടി ചോറുന്നത്. അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് മെമ്മറി കാര്യങ്ങളൊക്കെ കുറവാണ്. അമ്മയുടെ അടുത്ത് അവിടെ ചെന്ന സമയത്ത് ഏഷ്യാനെറ്റിന് ചോദിച്ചു പഴയ നാടകത്തിൽ ഏതെങ്കിലും ഒരു സീൻ റീക്രിയേറ്റ് ചെയ്ത് അഭിനയിക്കണം, അമ്മയ്ക്ക് ഓർമ്മയില്ല അന്നു. അങ്ങനത്തെ ഒരാളാണ് അമ്മ. അപ്സരയുടെ അമ്മ എൻ്റെ അമ്മയും കൂടിയാണ്. എൻ്റെ അമ്മ ഇന്ന് വരെ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടില്ല. അവർക്ക് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന അവർക്കാണോ വോട്ട് കൂടുതൽ, ഇവർക്കാണോ വോട്ട് കൂടുതൽ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ മക്കളെ എന്ന് പറയുന്ന ഒരാളാണ് അപ്സരയുടെ അമ്മ. ഇവരവിടെ ചെന്ന സമയത്ത് ഞാൻ അമ്മയും കൂടി അവിടെ ഇരിക്കുന്ന സമയത്ത് ഏഷ്യാനെറ്റിൽ നിന്നുള്ള ഒരു ക്രിയേറ്റീവ് ടീമും നമ്മുടെ അടുത്ത് പറഞ്ഞ് പുറത്തെ കാര്യങ്ങൾ ഇവരുടെ അടുത്ത് പറയരുത്, പിന്നെ ഇവരെ നെഗറ്റീവ് ആവുന്ന രീതിയിൽ സംസാരിക്കരുത്, പോസിറ്റീവ് ആക്കണം കണ്ടസ്റ്റൻസിനെ. അപ്പോൾ ഞാനൊരു ടെലിവിഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞാൻ പറഞ്ഞു ഓക്കെ. പിന്നെ അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മയെ പുറത്തുള്ളത് പറയരുത്. പറയാൻ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു പേടിക്കേ വേണ്ട, കാരണം അമ്മ പുറത്തുള്ളതൊന്നും പറയില്ല, കാരണം അമ്മയ്ക്ക് അത് അറിഞ്ഞുകൂടാ.
അമ്മയ്ക്ക് അറിയില്ല, അമ്മയ്ക്ക് ഇപ്പോഴും അറിയില്ല ജിൻഡോനാണോ റസ്മിനാണോ ജാസ്മിനാണോ എന്താ. നമുക്ക് അമ്മ ഈ എപ്പിസോഡ് മാത്രം കാണും. അത് രാത്രി 9:00 TV വെച്ച് തുടങ്ങി ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും അമ്മ ഉറങ്ങിപ്പോവും. അത്രയും ടാബ്ലറ്റ്സ് എടുക്കുന്നതുകൊണ്ട് അമ്മ ഉറങ്ങിപ്പോവും. രാവിലെ 5 മണിക്ക് ഇരിക്കുന്ന ആളാണ്. പിന്നെ ഉച്ചയ്ക്കൊക്കെയാണ് എപ്പിസോഡ് കാണുക. അമ്മ ഇതിനകത്ത് പോയി അഭിഷേകിനെ കെട്ടിപ്പിടിക്കുമെന്നോ അഭിഷേകിന് ഉമ്മ കൊടുക്കുമെന്നോ അഭിഷേകിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അമ്മ കയറി പോകുന്ന സമയത്ത് ഞാൻ പുറത്താണ് ഇരിക്കുന്നത്. ഞാൻ എൻ്റെ പുറത്ത് വേറെ റൂമിലാണ്. അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് എന്നെ കണ്ണ് കെട്ടി അതിൻ്റെ ഉള്ളിലേക്ക് എത്തിയത്. എപ്പിസോഡ് കണ്ട ലൈവ് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. അതും കഴിഞ്ഞ് എനിക്ക് അറിഞ്ഞൂടായിരുന്നു അമ്മ അവിടെ പോയി അഭിഷേകിനെ കെട്ടിപ്പിടിച്ചു. അമ്മ ഇറങ്ങുന്ന സമയത്ത് എല്ലാവർക്കും ഉമ്മ കൊടുക്കണ്ടായിരുന്നു. എല്ലാവർക്കും ചോറും ഭക്ഷണമാരി കൊടുത്തു. അപ്സരയുടെ ഏറ്റവും ശത്രുക്കളായിട്ടുള്ള അൻസിബിയും ഋഷി പോലും വന്ന് അമ്മയുടെ അടുത്ത് വലിയ ചോറൊക്കെ വേണമെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം ഞാൻ ഇറങ്ങി കഴിഞ്ഞ ശേഷമാണ് പിന്നീട് ഇത് ഭയങ്കര ചർച്ച ചെയ്തത്. അഭിഷേകിനെ അമ്മ കെട്ടിപ്പിടിച്ചത് ആക്ടിങ് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം എനിക്ക് ഏകദേശം ഒരു 30, 36, 37, 38 വയസ്സാറായി. നമ്മുടെയൊക്കെ അമ്മമാരെന്ന് പറയുന്നത് ഇവരിതൊന്നും കണ്ടിട്ടല്ല പോണത്. ഇവർക്ക് അപ്സര അവിടെ 100 ദിവസം നിൽക്കുമോ വിന്നറാവോ ഇതൊന്നും കണ്ടിട്ടില്ല. ഞാൻ തുറന്ന് പറയാണ്, ഏതൊരു സാധാരണ അമ്മയും പോലെ. അല്ലാണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് വെച്ചാൽ അമ്മ എന്തിനാണ് അഭിഷേകിനെ പോയി കെട്ടിപ്പിടിച്ച്. അമ്മയാണ് ഇപ്പം താരം. അമ്മയാണ് അഭിഷേകിനെ കെട്ടിപ്പിടിച്ച് അപ്സരയ്ക്ക് വോട്ട് പ്രശ്നമായി മൊത്തം എന്ന് പറഞ്ഞു. എന്താണ് മക്കളെ പ്രശ്നം? തിരുവനന്തപുരം സ്റ്റൈലിൽ വെച്ച് ഞാൻ പറഞ്ഞു അമ്മ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചത് അമ്മ അപ്സരയ്ക്ക് വോട്ട് കിട്ടാനാണെന്ന് പറഞ്ഞു. അയ്യോ തന്നെ മക്കളെ പ്രശ്നം തന്നെ. അപ്പം അമ്മ അടുത്ത് അമ്മ എന്തിനാ കെട്ടിപ്പിടിച്ച്. ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ഇപ്പോൾ വേണമെങ്കിൽ ഫോണിൽ വിളിച്ച് ചോദിച്ചോക്കാം. അമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ എപ്പിസോഡ് കണ്ടപ്പോൾ അന്ന് ഒരു ദിവസം ഈ അമ്മ ഉറങ്ങിയില്ല. എന്ന് വെച്ചാൽ അവിടെ എല്ലാവർക്കും അമ്മമാരുണ്ട്. ഈ അഭിഷേക് അവർ കത്തെഴുതുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. അന്ന് എൻ്റെ അമ്മ ഉറങ്ങിയില്ല. അന്ന് ഞാൻ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ സാധാരണ ഞാൻ തിരുവനന്തപുരം സിറ്റിയിൽ താമസിക്കുന്ന അമ്മ അപ്സരയുടെ തറവാട്ടിലാണ്. അമ്മയ്ക്ക് അവിടെ താമസിക്കും, ഞങ്ങളിവിടെ. പക്ഷെ അമ്മ ഇടയ്ക്ക് ഞാൻ അപ്സര ഇല്ലാത്തതുകൊണ്ട് ഇത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി കൊണ്ടുവരും. അമ്മ അന്ന് രാത്രി ഉറങ്ങിയില്ല. കാരണം അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. അഭിഷേകിന് അമ്മയില്ല. അപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു മക്കളെ അവന് അമ്മയില്ലാത്തൊരു കൊച്ചിൻ്റെ വിഷമം അമ്മമാർക്ക് മാത്രമേ അറിയുള്ളൂ. അതാണ് ഞാൻ അവനെ കെട്ടിപ്പിടിച്ചത്. അവന് ഉമ്മ കൊടുത്ത് അത് തന്നെ കുഴപ്പമാ എന്ന് പറഞ്ഞ് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല അമ്മ നന്നായല്ലേ ചെയ്ത്, ഒരു കുഴപ്പമില്ലെന്നു. അതിന് സപ്പോർട്ട് ചെയ്തു ആൾക്കാർ വന്നു. ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്ന എൻ്റെ അമ്മയാണ്. മരിച്ചു എൻ്റെ അപ്പുറം ഞാൻ ദൈവങ്ങളെ വിശ്വസിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എൻ്റെ അമ്മ സത്യം നമ്മളാരും പറഞ്ഞു കൊടുത്തിട്ടോ ഏഷ്യാനെറ്റ് പറഞ്ഞു കൊടുത്തിട്ടോ അല്ല അമ്മ പോയി അഭിഷേകിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചും. 100% അത് അവരൊരു അമ്മ ആയതുകൊണ്ട് അവർ ചെയ്തതാണ്. അത് എൻ്റെ അമ്മയാണ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും അവർ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ചെയ്യും. അത് അതെന്താ വെച്ചാൽ അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാവുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും. അല്ലാത്ത ആൾക്കാർക്ക് അത് വേറൊരു പെർസെപ്ഷനിൽ ചിന്തിക്കുമ്പോൾ തെറ്റായിട്ട് തോന്നും. അമ്മ എന്താണെന്ന് അറിയാവുന്ന എല്ലാവർക്കും മനസ്സിലാവും.